എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ വട്ടയപ്പം തയ്യാറാക്കുന്നത് അരിപ്പൊടി കൊണ്ടാണ്. അരി കുതിർത്ത് അരച്ച് മണിക്കൂറുകളൊന്നും കാത്തിരിക്കേണ്ട, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റിയും നല്ല സ്പോഞ്ചിയുമായിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമ്മൾ സാധാരണ അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നല്ല ഫൈൻ ആയിട്ട് പൊടിച്ച ആ പൊടി ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടി. പിന്നെ വേണ്ടത് 1/2 കപ്പ് ചിരകിയ തേങ്ങ. തേങ്ങ ചിരകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബ്രൗൺ കളറുള്ള ഭാഗമുണ്ട്, അത് ഒഴിവാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വട്ടയപ്പത്തിന്റെ കളർ അങ്ങോട്ടേക്ക് മാറും. പിന്നെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ്. മട്ടേരിയുടെ ചോറ് എടുക്കരുത്, അതെടുത്താല് വട്ടയപ്പത്തിന്റെ കളർ അങ്ങോട്ടേക്ക് മാറും. വെളുത്തരിയുടെ ചോറ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ബൗളിലേക്ക് ഈ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോ പൊടിക്കും വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും, അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് ഈ ഒരു പാകത്തിലാണ് വേണ്ടത്, ഏകദേശം ദോശ മാവിന്റെ ഒക്കെ ആ ഒരു പാകത്തിൽ. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം, ചോറ് ഇട്ട് കൊടുക്കാം, പഞ്ചസാര ഇട്ട് കൊടുക്കാം. വട്ടയപ്പം ചില ആൾക്കാർ ചിക്കൻ കറിയൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പഞ്ചസാരയുടെ അളവ് കുറക്കാം. ഇതിപ്പോ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് നല്ല മധുരം ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവ് ഉണ്ടല്ലോ, അതിന് നേരെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് തേങ്ങയും ചോറും നല്ല പോലെ അരഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള മാവ് കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ബാക്കിയുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റ് ആണ്. 1 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ്, അപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂട് കാലാവസ്ഥയാണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തവി കൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മാവ് അധികം ലൂസായി പോകാനും പാടില്ല, അധികം കട്ടിയാകാനും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കരുത്. പുതിയ ഈസ്റ്റ് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മാവ് പൊങ്ങി വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. പൊങ്ങാനായിട്ട് ഏകദേശം 2-3 മണിക്കൂർ വേണ്ടി വരും. ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ്. ചൂട് കാലാവസ്ഥയാണെങ്കിൽ ഏകദേശം 1-2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം എത്രത്തോളം മാവ് പൊങ്ങി വന്നിട്ടുണ്ടെന്ന്. മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഇവിടെ ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതാ നോക്കൂ, നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. വട്ടയപ്പത്തിന്റെ മാവ് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ മാവ് പൊളിച്ചു പോകും. അപ്പൊ നമുക്ക് ആദ്യം വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പാത്രം ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇങ്ങനെ തടവി കൊടുക്കുന്ന സമയത്ത് വട്ടയപ്പം പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. മാവ് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിന്റെ ബബിൾസ് ഒക്കെ നഷ്ടപ്പെടും. നിങ്ങൾക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു തട്ട് ഇതുപോലെ ഒന്ന് കമിച്ച് വെച്ചു കൊടുക്കാം. കാരണം നമ്മൾ ഇതിൽ വെച്ചു കൊടുക്കുന്നത് പ്ലേറ്റ് ആണ്. ആവി നല്ല പോലെ വന്നതിന് ശേഷം ഇതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ എണ്ണ തടവി വെച്ചിട്ടുള്ള പ്ലേറ്റ് വെച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ നിറയെ ഒഴിക്കാൻ പാടില്ല, ഏകദേശം ഒരു പകുതിയോളം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 4 തവിയോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും പോയി കിട്ടാൻ നല്ലതാണ്.
ഇനി മൂടി വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കാം. വട്ടയപ്പം വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് പ്ലേറ്റ് എടുത്തത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. വട്ടയപ്പം നല്ല പോലെ തണുത്ത് വരണം. നമ്മൾ തണുക്കാനായിട്ട് അങ്ങനെ ഫാനിന്റെ ചോട്ടിലൊന്നും വെച്ച് കൊടുക്കരുത്. പ്ലേറ്റിൽ തന്നെ താനെ തണുത്ത് വരണം. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അടുത്ത പ്ലേറ്റിലും മാവ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. രണ്ടാമതായിട്ട് വേവിക്കാൻ വെച്ചത് ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ ഇതുപോലെ വേവിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ഇടയിൽ തുറന്നു നോക്കാൻ പാടില്ല. ആ ഒരു കറക്റ്റ് ടൈമിൽ മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ആവിയൊക്കെ വീണിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പ്ലേറ്റ് എടുത്ത് മാറ്റാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. വട്ടയപ്പം നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിൽ നിന്ന് ഇളക്കിയെടുക്കാം. ആദ്യത്തെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, നമുക്ക് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ വിരിയിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളകിപ്പോ വരുന്നുണ്ട്. ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വട്ടയപ്പം എടുക്കുമ്പോൾ തന്നെ അറിയാം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളതെന്ന്. രണ്ടാമത്തെ പ്ലേറ്റിൽ ഉണ്ടാക്കിയ വട്ടയപ്പം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതും ഒന്ന് വിടുവിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളകിപ്പോ വരുന്നുണ്ട്. നല്ല സോഫ്റ്റും നല്ല സ്പോഞ്ചി ആയിട്ടാണ് വട്ടയപ്പം ഉള്ളത്. വളരെ എളുപ്പമല്ലേ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ അതേ ടെക്സ്ചറിലാണ് നമുക്ക് വട്ടയപ്പം കിട്ടിയിട്ടുള്ളത്. വട്ടയപ്പം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന്. കത്തി വെക്കുമ്പോൾ തന്നെ നല്ല പോലെ തന്നെ സോഫ്റ്റ് ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. നല്ല പോലെ ഹോൾസ് ഒക്കെ വീണിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും ഈ ഒരു വട്ടയപ്പം. അപ്പൊ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയ വട്ടയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ വട്ടയപ്പം ഉണ്ടാക്കി നോക്കുക. നമുക്ക് അരി കുതിർത്ത് വെക്കുക, അതുപോലെ തന്നെ അരച്ച് വെച്ചിട്ട് മണിക്കൂറുകളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വട്ടയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറന്നു പോകരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇനി അടുത്ത പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.